സത്യത്തിൽ എല്ലാവരും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം എൽ ഡി എഫിനുണ്ടായത് ഭരണവിരുദ്ധ വികാരമാണ്. എന്നാൽ അതെ, നമ്മൾ ഫീൽഡിൽ പോയി സർവേ നടത്തിയ ആൾക്കാരെന്നുള്ളവരെ നമുക്ക് തോന്നുന്നതല്ല, ഇത് പിണറായി വിരുദ്ധ വികാരമാണ്, വേറെ ഒരു കാര്യവും. ഭരണാധികാരി വിരുദ്ധ വികാരം എന്ന് തന്നെ പറയേണ്ടി വരും. അതെ, പിണറായി വിരുദ്ധ വികാരമാണ്. കാരണം നമുക്കറിയാം, പാർട്ടി കോട്ടകളിൽ പോലും പിണറായിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള തലപ്പറമ്പിലും അവിടെ എല്ലാം ബോർഡുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ കുറച്ച് പത്രങ്ങൾ വായിച്ചപ്പോൾ രസകരമായ കുറച്ച് വാർത്തകളുണ്ട്. അതായത് എൽ ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിലും പിണറായിയാണ് രാജാവ്. അതിൻ്റെ ഗുണം കൊണ്ടാണ് എൽ ഡി എഫിലെ സംഘടനകൾ മുഴുവൻ RJD ഒഴിച്ചുള്ള മൊത്തം നാമാവശേഷമായി അവർ അപ്രത്യക്ഷം ഈ കേരള ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. അതായത് കേരള കോൺഗ്രസ് മാണി അടക്കം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇന്ന് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ഐക്യകേരളം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം മാണി സാറിൻ്റെ ഒന്നും ഒരാൾ ഇന്ന് നിയമസഭയിലില്ല. രാജ്യസഭയിലെ ഇപ്പോൾ പോവും. രാജ്യസഭയുടെ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കൊടുത്ത സ്റ്റോറിയുണ്ട്. 2027-ലും 28-ലും വരുന്ന രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഒഴിവിൽ ഒരൊറ്റ CPM-കാരന് ഇവിടുന്ന് പോകാൻ സാധിക്കും. UDF മാത്രമേ കിട്ടൂ. കാരണം അതിനകത്ത് ഓരോ രണ്ട് സീറ്റ് ഒഴിവ് വരുമ്പം ഒരാൾക്ക് 46 വോട്ടും ഒരാൾക്ക് 36 വോട്ടും കിട്ടണം. ഇവർക്ക് 35 വോട്ടേ ഉള്ളൂ ഒറ്റ സീറ്റിൽ. പിന്നെ ഇനി എന്തെങ്കിലും അതിശയം സംഭവിക്കും. ഇപ്പം നമ്മൾ ഇരിക്കൂറിലേക്ക് ഇദ്ദേഹം മത്സരിക്കാൻ വന്നാൽ KC വേണുഗോപാൽ രാജിവെച്ച അവിടെ വെച്ചെങ്ങാനും KC വേണുഗോപാൽ പരാജയപ്പെട്ടു പോയാൽ ഒരു സീറ്റ് കിട്ടും LDF. അത്രയേ ഉള്ളൂ. അന്നേരം ഒരു രാജ്യസഭാ മെമ്പറെ കൂടെ കൊണ്ട് പക്ഷേ KC വേണുഗോപാൽ അവിടെ മത്സരിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു മുഖ്യമന്ത്രിയായിട്ട് മത്സരിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം ചെയ്യും. അല്ല, മാറിപ്പോയി. എന്താണെന്നറിയാമോ? നമുക്കറിയാം, ഞാൻ എന്ത് ചെയ്താലും ഇവിടുത്തെ ജനം വോട്ട് ചെയ്യുമെന്ന് തെറ്റിദ്ധരിച്ചു പോയി പിണറായി വിജയൻ. അതെ, സോഷ്യൽ മീഡിയ കാലമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. അതിശക്തമായ പ്രതികരണ ശേഷിയാണ് മലയാളിക്ക് ഉണ്ടായിരിക്കുന്നത്. അത്ഭുതകരമായ പ്രതികരണ ശേഷിയാണ്. ഇതെല്ലാം കണ്ട് മടുത്ത് ഈ പാർട്ടിക്ക്, ഈ നേതാവിനും എതിരെ ഇവരെ തുടച്ചു നീക്കണമെന്നുള്ള ഒരു ഒറ്റ ചിന്താശക്തിയോടെ പാർട്ടിക്കാരടക്കം രംഗത്തെത്തിയതിൻ്റെ ഭാഗമാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ സംഭവിച്ചു കണ്ടില്ലേ? പാർട്ടി ഗ്രാമങ്ങളിൽ നിശബ്ദരായിരുന്ന മനുഷ്യർ തലവട്ടെന്ന് വിചാരിച്ചായിരിക്കും പരസ്യമായിട്ട് അവർ പറയാത്തത്. പരസ്യമായിട്ട് നിലപാടെടുക്കാൻ പോയ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ പോലും നിലപാട് പറഞ്ഞ് ജയരാജന്മാരൊക്കെ അവസ്ഥ, P ജയരാജൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതുമാണ്. അവിടെ എല്ലാവരും മിണ്ടാതിരുന്നു. പക്ഷേ ഇനി എല്ലാവരും ഇറങ്ങും. അല്ല, ഇതിനകത്ത് ഇപ്പം നമുക്ക് പറയാം, അതായത് LDF യോഗം കൂടുന്നു. ഈ LDF യോഗം കൂടുമ്പോൾ കൺവീനർ എണീറ്റ് നിന്ന് അജണ്ട വായിക്കും. പിണറായി വിജയൻ വരുമ്പോൾ എല്ലാവരും എണീറ്റ് നിന്നോണം. പിണറായി വിജയനൊക്കെ പ്രായമുള്ള ആൾക്കാർ LDF ഘടകകക്ഷിയിലുണ്ട്. അപ്പോഴും പിണറായി വിജയൻ വരുമ്പോൾ നിങ്ങൾ എണീറ്റ് നിന്നോണം. നിന്നിട്ട് ഉടനെ ഇയാൾ അജണ്ട വായിക്കും. ഈ LDF കൺവീനർ അജണ്ട വായിക്കും. ഇതിപ്പോൾ എടുക്കണോ എന്നൊരു ചോദ്യം പിണറായി വയ്ക്കും. മാറ്റി വെക്കും. ഒറ്റ ഒരാൾ പറയത്തില്ല ഇത് എടുക്കണമെന്ന്. ഈ നിരന്നിരിക്കുന്നതിൽ ഒറ്റ ഒരുത്തൻ പറയത്തില്ല. ഇനി പറഞ്ഞാലും അയാളത് മാത്രമല്ല, ഈ LDF യോഗത്തെക്കുറിച്ച് LDF യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ പല സുഹൃത്തുക്കളായ ഈ രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞിട്ടുള്ളത്, അവിടെ CPIക്ക് മാത്രമേ എന്തെങ്കിലും വാർന്നെന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതും അനുവദിക്കില്ല. അത് കാനവും ഇപ്പോൾ വന്ന വിനോയ് വിശ്വവും എല്ലാം റാൻമൂളികളാണ്. മുമ്പ് വെളിയോ കൊണ്ടായിരുന്ന സമയത്ത് അങ്ങനെയല്ല. CK ചന്ദ്രപ്പനൊക്കെ ആകുമ്പോൾ അവർ പിണറായിയേക്കാളും വലിയ ആളല്ലേ, അങ്ങനെ വിട്ടുകൊടുക്കില്ലായിരുന്നു അവർ. അപ്പോൾ ശരിക്കും ഈ നാട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ശക്തമായ പിണറായി വിരുദ്ധ വികാരമാണ്. ഭരണവിരുദ്ധ വികാരത്തെ ആരും പരാമർശിക്കുന്നില്ല. സാധാരണ ജനങ്ങളോട് ഞങ്ങൾ ചോദിച്ചാണ്, നമ്മൾ ആയിരക്കണക്കിന് ജനങ്ങളെ നേരിട്ട് കണ്ട് ചോദിച്ചതാണ്. അവരൊക്കെ പറഞ്ഞെന്താ, ഇയാളുടെ തിരുമോന്ത ഞങ്ങൾക്ക് കാണണ്ട. മാത്രമല്ല, നമ്മൾ കേരളത്തിലെ ജനകീയ നേതാക്കളുടെ പട്ടികയിൽ നമ്മുടെ ക്വസ്റ്റനെയറിൽ പിണറായിയുടെ പേര് കണ്ട് പലരും നല്ല മോശമായ ഭാഷയിലാണ് സംസാരിച്ചത് പോലും. ഈ പേരെ കിട്ടിയോളാം എന്ന് പലരും ചോദിച്ചു നമ്മളടുത്ത്. അപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന എല്ലാം ഞാനാണ്. സരോജ് കുമാർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ശ്രീനിവാസൻ പറയുന്ന പോലെ, അതെ അതെ, നാട് നീളെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. ഇത് മാത്രം വെച്ചുകൊണ്ടാണ്. അതായത് ജനം എന്ത് കാണരുതെന്ന് ആഗ്രഹിച്ചോ അത് തന്നെ നിങ്ങൾ ജനങ്ങളുടെ മുന്നിലോട്ട് കുത്തിക്കയറ്റാൻ ശ്രമിച്ചു. അപ്പോൾ ജനം പാടെ നിരാകരിച്ചു. ഈ മുഖം ഞങ്ങൾക്ക് കാണണ്ടെന്നാണ് ഓരോരുത്തർക്കും. മാത്രമല്ല, ഈ വ്യക്തിയാരാധന എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളിൽ പെടുന്നതല്ല. വ്യക്തിയാരാധന ഇല്ല. ഇവിടെ ഒരു വ്യക്തിയെ മാത്രം മറ്റേ തിരുവാതിര നടത്തി, മറ്റേ മന്നവേന്ദ്ര വിളങ്ങുന്നു, ചന്ദ്രനെ പോലെ നിന്നുമുഖം എന്ന് പറഞ്ഞ രാജാവിൻ്റെ കാലത്ത് എഴുതി കൊടുത്ത പോലെ കവികൾ എത്തി കഴിഞ്ഞു. ഈ കവിക്കെല്ലാം ഓരോ സ്ഥാനങ്ങളും കിട്ടിക്കാണും എഴുതി കൊടുത്തു. നമുക്കറിയാലോ, കണ്ണൂരിൽ ചെന്താരകം പി ജയരാജനെ വാഴ്ത്തി കുറേ കവിതകൾ വന്നപ്പോഴേക്കും P ജയരാജനോട് കലിപ്പിച്ച് ഇയാൾ P ജയരാജനെ ഒതുക്കുന്നത് നമ്മൾ കണ്ടു, അല്ലേ? അപ്പം അന്ന് പറഞ്ഞ പാർട്ടി വ്യക്തിയാരാധന പറ്റത്തില്ല എന്ന് കർശന നിർദ്ദേശം കൊടുത്ത അതേ പാർട്ടിക്കുള്ളിലാണ്
ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ എന്നുള്ളത്. പിന്നെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്താണെന്ന് തോന്നുന്നു ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് കാരിരുമ്പിൻ്റെ കരുത്തുള്ളവൻ എന്നൊക്കെ പറഞ്ഞ് വലിയ ഭയങ്കര മ്യൂസിക്കൊക്കെ ഇട്ട് ഭയങ്കര വിഷ്വലും ഒക്കെ ചെയ്തുകൊണ്ട് പിണറായി വിജയനെ കുറിച്ച് ഒരു സാധനം വന്നിട്ട് എന്താ ചോരയിൽ കുരുത്ത കുതിരയെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട്, പിന്നെ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടെ നടന്നു കഥ അത്. അപ്പം എന്നിട്ട് 10-60 വണ്ടിയും കൂട്ടി ഈ ഊരിപ്പിടിച്ച വാളുമായിട്ട് പുള്ളി ഇങ്ങനെ നടക്കുന്നു. ഈ നടന്നതും അതായത് നമുക്കറിയാം എവിടം തൊട്ട് നമ്മൾ ചിന്തിക്കണമെന്നറിയാം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത്രയും ജനകീയ വിരോധം അവർക്കുണ്ടാകാൻ സാധിക്കാതെ പോയത് ജി സുധാകരനും തോമസ് ഐസക്കും കെ ശൈലജയും അതുപോലെയുള്ള ശ്രീതിവാര മന്ത്രിയായിരുന്നു. അത് അന്നത്തെ CS സുനിൽകുമാർ അങ്ങനെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള മന്ത്രിമാർ വന്നതുകൊണ്ടാണ് അന്നത് പിടിച്ചു നിന്നത്. എന്നാൽ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാരെന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് അറിയത്തില്ല. അതായത് വിവാദം ഉണ്ടാകുന്ന വകുപ്പിലുള്ള മന്ത്രിമാരെ മാത്രമാണ് നമ്മൾ ഈ ഗണേഷ് വരുന്നിടം വരെ KSRTC മന്ത്രി ആരാന്ന് നമുക്ക് അറിയത്തില്ല. അതുപോലെ ഈ അഹമ്മദ് തേവർകോവിൽ അങ്ങനെ ഒരു മന്ത്രി, പിന്നെ V അബ്ദുറഹ്മാനൊക്കെ ഈ ബസിയം കൊണ്ട് വന്നതൊക്കെയാണ് ജനം അറിയാൻ തുടങ്ങിയത്. OR കേളു എന്ന് പറഞ്ഞൊരു മന്ത്രി വന്നു രാധാകൃഷ്ണന് പകരം. രാധാകൃഷ്ണന് പകരം വന്ന് OR കേളുവിനെ ഒന്നും ആരും കണ്ടിട്ട് പോകും. രാധാകൃഷ്ണൻ ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ഭീഷണിയാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് പാർലമെന്റിലേക്ക് അങ്ങ് വിട്ടത്. അതിനുശേഷം എന്താണ് എല്ലാവരെയും ഒതുക്കി മാറ്റിയിട്ട് എല്ലായിടത്തും പിണറായി വിജയന്റെ പടം വരാം. പിണറായി വിജയന്റെ പടം ഏത് പരസ്യം ഇറങ്ങിയാലും ഏത് സപ്ലിമെന്റ് ഇറങ്ങിയാലും ഒന്നാം പേജിൽ പിണറായി വിജയൻ. ഈ 90കളിൽ റഷ്യയിൽ ഇത് വന്ന് കമ്മ്യൂണിസം തരാൻ തുടങ്ങിയപ്പോൾ ഗോർബച്ചോവ് ഗ്ലാസ്നോസ്റ്റ് പെസ്ട്രോയെ കൊണ്ടുവന്ന സമയത്ത് ആളുകൾ തെരുവിൽ ഇറങ്ങി ആദ്യം ചെയ്തത് ഈ ലെനിൻ്റെ എല്ലാം പ്രതിമയെ ചവിട്ടിയെടുത്ത് ദൂരെ കഴിയുന്നത്. അതെ. പിന്നെ നമ്മൾ അറിയണം പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയ സംഗതികൾ. ഈ അമ്പലത്തിൽ വെട്ടം തൻ്റെ മുഖത്തോട്ട് കടിക്കുന്നു പറഞ്ഞ അമ്പലത്തിൽ വെട്ടം ഫ്യൂസ് ഊരിച്ച ആളാണ്. അത് വിളക്കൂതി വിജയൻ എന്ന് പേര് വരുന്നത് അങ്ങനെ. അതിനുശേഷമാണ് ഈ മൈക്ക് സെറ്റ് ഒടിച്ചു കളഞ്ഞത്. അതിനുശേഷം മൈക്ക് സെറ്റുകാരനെതിരെ മൈക്ക് കേടാ എന്ന് പറഞ്ഞ് കേസ് എടുത്തത് അതിനുശേഷമാണ്. പാരഡി പാട്ട് പാടിയവനെതിരെ കേസ് എടുത്തത് അതിനുശേഷം. ക്യാമറ കൊണ്ടുവച്ച് ജനത്തെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു. ഈ AI ക്യാമറ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവച്ച് ജനത്തെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു. അത് മാത്രമല്ല ഈ പറയുന്ന മറ്റേ ഇതുണ്ടല്ലോ വഴിയെ പോകുന്നവൻ്റെ എല്ലാം പടം എടുത്ത് ലക്ഷക്കണക്കിന് രൂപ പെറ്റിയടിക്കാൻ തുടങ്ങി. വാഹനങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ട് കാർ ഓടിച്ചവൻ്റെ പോലും വീട്ടിലേക്ക് വന്നു. എന്നാൽ അത് മാറ്റാനൊരു സംവിധാനം ഈ റെഡ് ടേപ്പിസത്തിനിടയിൽ അതും നടക്കുന്നില്ല. ടേപ്പിസൊന്നും ഇല്ലല്ലോ. കാരണം ഇയാൾ പറഞ്ഞാൽ അനുസരിച്ച് റാൻമൂളികളെ കുറെ ഉന്നത പിന്നെ എന്ത് വരുന്നു, കേസ് കൊടുക്കാൻ ഒരുത്തൻ പോവാണ്. ഒരുത്തനെ ഒരു പാർട്ടിക്കാരൻ തല്ലിയെന്ന് വിചാരിക്കും. അവനൊരു കേസ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷൻ ചെല്ലുന്നതിന് മുമ്പ് ആ അടിച്ചവൻ അവനടി കിട്ടിയെന്നും പറഞ്ഞ് ഇവനെതിരെ അവിടെ കേസ് എടുത്തിട്ടിരിക്കുക. അവിടെ വെച്ച് ഇത് ഒത്തുതീർപ്പാക്കും. നമുക്കെതിരെ കള്ളക്കേസ് എടുത്തത് എനിക്കറിയാം. നമുക്കെതിരെ ഇപ്പം എനിക്കും നമ്മുടെ ചീഫ് എഡിറ്റർക്കും എതിരെ കള്ളക്കേസ് കൊടുത്താണ്. അടൂരിലെ ഒരു ഏരിയ സെക്രട്ടറി. എന്താ കാര്യം? ഇയാളുടെ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ചും ഇയാൾ നാട്ടിൽ നടത്തുന്ന പിന്നെ വഴിവിട്ട കാര്യങ്ങളെക്കുറിച്ചും അതാ സമയം നമ്മൾ പിന്നെ വാർത്ത കൊടുത്തു. അവിടെ ഒരു ചെറുപ്പക്കാരൻ്റെ പോലീസ് ഇടിച്ചു വന്നതിന് പിന്നിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് ആ ചെറുപ്പക്കാരൻ്റെ മാതാപിതാക്കൾ തന്നെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമ്മൾ വാർത്ത കൊടുത്തപ്പോൾ ഒരു സുപ്രഭാതി നമുക്കെതിരെ കേസ് വന്നിരിക്കാൻ അയാളോട് പൈസ ചോദിച്ചു. ഓർത്തോണം, പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ക്രിമിനൽസ് ആയിട്ടുള്ള പാർട്ടിക്കാരുള്ള സ്ഥലത്ത് നമ്മളെപ്പോലെയുള്ള ഒരു സാധാ ഞാഞ്ഞൂൽ പത്രപ്രവർത്തകൻ ഒരു ഏരിയ സെക്രട്ടറിയോട് പൈസ വെച്ചു. വിശ്വസിക്കുന്ന കള്ളം വേണം. എന്നിട്ട് എന്താ പറ്റി? ഇയാൾക്ക് തെളിവ് ഹാജരാക്കാൻ സാധിച്ചില്ല. കേസ് ഇത് ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ചിന് വിട്ടപ്പോൾ ക്രൈംബ്രാഞ്ച് തെളിവ് വെച്ചപ്പോൾ ഇയാളുടെ കയ്യിലില്ല. ഇയാൾ തെളിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അവസാനം എന്ത് സംഭവിച്ചു? ഇപ്പോൾ അയാൾക്കെതിരെ കേസ് വരുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം ഇയാൾ കള്ളക്കേസാണ് ഉണ്ടാക്കിയത്. അത് തിരിച്ചറിഞ്ഞു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ എന്നോട് പറഞ്ഞു ഇത് അയാൾക്കെതിരെ കേസെടുക്കേണ്ട സംഭവമാണ്. ഇയാൾ ഈ കാണിച്ചിരിക്കുന്ന മുഴുവൻ കള്ളത്തരമാണ്. അപ്പോൾ ആ രീതിയിൽ കേസെടുത്തു. പിന്നെ കെട്ടിട നികുതി സെസ്, അതായത് ബംഗാളികൾ ഇവിടെ പണിയുന്ന കെട്ടിടത്തിന് നമ്മൾ മലയാളികൾ വൻ തുക സെസ് കൊടുക്കേണ്ടി വന്നു. എന്താ അവരുടെ ഈ ക്ഷേമനിധിയിലേക്ക്. അതുപോലെ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോയാൽ സബ് രജിസ്റ്റർ ഓഫീസിൽ പോയി നമ്മൾ ഒരു 3 സെന്റ് വസ്തു മക്കൾക്ക് എഴുതി കൊടുക്കണമെങ്കിൽ പോലും എത്ര രൂപ കൊടുക്കേണ്ടത്? എത്ര വർദ്ധിപ്പിച്ചത്? ഭൂനികുതി വർദ്ധിപ്പിക്കുന്നതിനകത്ത് നമ്മൾ കുറ്റം പറയുന്നത്. കാരണം ഭൂനികുതി 5 രൂപ 6 രൂപയൊക്കെ കടന്നിരുന്നു. അത് നിങ്ങളൊരു 100, 150, 300 ആക്കിയാൽ അതിനകത്ത് നമുക്ക് കുറ്റം പറയാം. പക്ഷേ മനുഷ്യന് അത്യാവശ്യമുണ്ട്. ഒരു വസ്തു ഇപ്പോൾ എഴുതി ഇഷ്ടദാനം കൊടുക്കണമെങ്കിൽ പോലും എത്ര രൂപയാവും? ഒരു പിതാവ് തൻ്റെ മക്കൾക്ക് വസ്തു വീതം വെച്ച് എഴുതി കൊടുക്കണമെങ്കിൽ 1 ഏക്കർ വസ്തു ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ എടുത്തു മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ ആയി. ഇത് അങ്ങനെയുള്ള ഈ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം നികുതി. പിന്നെ ഈ ഉദ്യോഗസ്ഥരുടെ അഹങ്കാരം. അതായത് മൊത്തം ഞങ്ങൾ മുഴുവൻ പാർട്ടിയുടെ ആൾക്കാരാണ്. എല്ലാം ഞങ്ങൾ ബോളിൽ ഇരിക്കുന്ന എല്ലാം ആരാണ്?
ഞങ്ങൾ NGO യൂണിയൻ്റെ ആൾക്കാർ, ഞങ്ങൾ സഖാക്കന്മാർ, ബാക്കിയുള്ളവരെയൊന്നും. പിന്നെ നവീൻ ബാബുവിനെ പോലെ നീതി കിട്ടാതെ പോയ കുടുംബം. സോ പാർട്ടി എന്ന് പറഞ്ഞ് ചത്ത് നടന്ന ആളാണത്. അദ്ദേഹത്തിൻ്റെ കുടുംബമാണല്ലോ അദ്ദേഹത്തിൻ്റെ കുടുംബം. എന്ത് സംഭവിച്ചു? ഒടുവിൽ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്തു. മറ്റെന്താണോ ഒന്നില്ലെന്ന് നമുക്ക് അന്വേഷണ റിപ്പോർട്ടൊന്നും വരാത്തതുകൊണ്ട് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ആ കുടുംബത്തിനൊരു നീതി കിട്ടിയില്ല. എല്ലായിടത്തും പിണറായി വിജയനും സൂപ്പർ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ നാട്ടിലുള്ള ഒരു പാവപ്പെട്ട കുട്ടിയെ അവന് 3 ദിവസം ഇവർ ആൾക്കൂട്ട വിചാരണ നടത്തി കൊന്നിട്ടതിന് ശേഷം എന്നിട്ടും ഇയാളെ പൊക്കിക്കൊണ്ട് നടക്കാൻ ഇവിടുത്തെ ആളുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ നേതാക്കന്മാരും അണികളും പ്രയോജനമുള്ളവരും പൊക്കിക്കൊണ്ട് നടന്ന പോലെ അല്ല ഇവിടുത്തെ പൊതുജനം ചിന്തിച്ച്. ഈ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ അത് CPM തിരിച്ചു കുത്തിയിട്ടാണ്. CPM പ്രവർത്തകരും ലക്ഷക്കണക്കിന് പാർട്ടി അനുഭാവികളും CPM പ്രവർത്തകരും പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്കെതിരെ നടത്തിയ അവരുടെ പ്രതിഷേധമാണ് കണ്ടത്. ഇയാൾ ഇനി ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് തന്നെ അവർ തീർച്ചയായും. ഇയാളുടെ ഏറ്റവും അവസാനത്തെ അടിച്ച ആണിയായിരുന്നു നിങ്ങൾ കോന്നിയിൽ പറഞ്ഞ വീട്ടിൽ ചെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞ ആ സംഭവം. അതോടുകൂടി നിങ്ങളെ ജനം വീട്ടിൽ